അമേരിക്കയിലെ പലയിടത്തും കുടിയേറ്റ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളെ എങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ച് ആളുകൾക്ക് പരിശീലനം നൽകുന്നുണ്ട്. ഇതിനായി പല സംഘടനകളും മുന്നിട്ടിറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. വലിയ നഗരങ്ങളിൽ നിന്നുള്ള 500-ലധികം ആളുകൾ ഒരുമിച്ച് ഓൺലൈനിൽ പരിശീലനം നേടിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എങ്ങനെ വേഗത്തിൽ പ്രതികരിക്കാം, ചുറ്റുവട്ടത്തെ കാര്യങ്ങൾ നിരീക്ഷിക്കാം എന്നെല്ലാമാണ് അവർ പഠിച്ചിരിക്കുന്നത്. 2025 നവംബർ 21 ആദ്യമായി രാജ്യവ്യാപകമായി ഓൺലൈനിൽ ICE വാച്ച് പരിശീലനം നടന്നു. ഇത് സംഘടിപ്പിച്ചത് സ്റ്റേറ്റ് അറ്റ് ദ കോർ എന്ന സംഘടനയാണ്. ചിക്കാഗോയിലെ സാമൂഹ്യ പ്രവർത്തകരുടെ സഹായത്തോടെയാണ് ഇത് നടത്തിയത്. ന്യൂയോർക്ക്, മെംഫിസ്, ഓക്ലാൻഡ്, ന്യൂ ഓർലിയൻസ് തുടങ്ങിയ പല നഗരങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ പരിശീലനത്തിൽ പങ്കെടുത്തു. ഈ നഗരങ്ങളിൽ കുടിയേറ്റ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതുകൊണ്ടാണ് ഇവർ പരിശീലനം നേടിയത്. സ്റ്റേറ്റ് അറ്റ് ദ കോർ എന്ന സംഘടനയുടെ നേതാവായ ജിൽ ഗാർവി ഈ സമൂഹങ്ങൾക്കുള്ള അടിയന്തര സാഹചര്യം വിശദീകരിച്ചു. അവർ പറഞ്ഞു, നാടുകടത്തൽ റെയ്ഡുകൾ പുതിയ കാര്യമല്ല. എന്നാൽ ഇപ്പോൾ നാടുകടത്തുന്നതിൻ്റെ വ്യാപ്തിയും തീവ്രതയും മുമ്പില്ലാത്ത വിധമാണ്. അതുകൊണ്ട് സാധാരണക്കാരായ നമ്മളും അയൽക്കാരും ഇതിനെ നേരിടാൻ പുതിയ വഴികൾ കണ്ടെത്തേണ്ടതുണ്ട് എന്നാണ് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അവർ പറഞ്ഞത്. കുടിയേറ്റ ഉദ്യോഗസ്ഥരുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പങ്കെടുക്കുന്നവർ ഭയം, ഉത്കണ്ഠ, ദുഃഖം, ദേഷ്യം എന്നിവ പ്രകടിപ്പിച്ചു. ICE വാച്ച് തന്ത്രങ്ങൾ അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് എങ്ങനെ മാറ്റിയെടുക്കാമെന്നതിനെക്കുറിച്ചും അവർക്ക് അറിയേണ്ടതുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലും പള്ളികൾ, സ്കൂളുകൾ, ജോലിസ്ഥലങ്ങൾ തുടങ്ങിയ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾക്ക് സമീപത്തും എങ്ങനെ നിരീക്ഷണം നടത്താം എന്നതിനെക്കുറിച്ചും അവർ ചോദിച്ചറിയുകയായിരുന്നു. ഈ പരിശീലനം പ്രധാനമായും അക്രമരഹിതമായ നിയമപരമായ രേഖപ്പെടുത്തൽ രീതികളാണ് പഠിപ്പിക്കുന്നത്. എത്ര ഉദ്യോഗസ്ഥർ അവിടെയുണ്ട്, അവരുടെ യൂണിഫോം എങ്ങനെയാണ്, അവർ എന്താണ് ചെയ്യുന്നതെന്നുള്ള വിശദാംശങ്ങൾ ശ്രദ്ധയോടെ രേഖപ്പെടുത്താൻ പരിശീലകർ പഠിക്കുന്നു. ഇത് കുടിയേറ്റ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളെ കൃത്യമായി രേഖപ്പെടുത്താനും പൗരാവകാശ ലംഘനങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്താനും സഹായിക്കും. ഉദ്യോഗസ്ഥരിൽ നിന്ന് സുരക്ഷിതമായ അകലം പാലിക്കാനും അവരുമായി ശാരീരികമായി ഇടപഴകുന്നത് ഒഴിവാക്കാനും നിർദ്ദേശമുണ്ട്. അതേസമയം അവരുടെ പ്രവർത്തനങ്ങൾ വീഡിയോയിൽ പകർത്തുമ്പോൾ ശ്രദ്ധിക്കണം. അയൽപക്ക നിരീക്ഷണ ഗ്രൂപ്പുകൾ രൂപീകരിക്കുന്നത് കുടിയേറ്റ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളെ തടയുന്നതിനല്ല, മറിച്ച് അവ രേഖപ്പെടുത്താനാണ്. ഈ പ്രവർത്തനം അക്രമരഹിതമായ ഒരു തന്ത്രമാണ് എന്നും അവർ വിശദീകരിച്ചു. കുടിയേറ്റ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനുള്ള സാമൂഹിക കൂട്ടായ്മകൾക്ക് 2025 ജൂണിൽ വലിയ പ്രചാരം ലഭിക്കുകയായിരുന്നു. അന്ന് ലോസ് ഏഞ്ചലസിൽ ബോർഡർ പെട്രോൾ തുടർച്ചയായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. ഇതിനുശേഷം ചിക്കാഗോയിൽ നടന്ന ഓപ്പറേഷൻ മിഡ്വേ എന്ന 3 മാസത്തെ പ്രവർത്തനത്തിനിടെ ഈ കൂട്ടായ്മകൾ കൂടുതൽ ശക്തമായി. ഈ ഓപ്പറേഷനിൽ ബോർഡർ പെട്രോൾ കണ്ണീർ വാതകവും റബ്ബർ ബുള്ളറ്റുകളും ഉപയോഗിച്ചത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ഇത് താമസക്കാരും പ്രാദേശിക ഉദ്യോഗസ്ഥരും ശക്തമായി എതിർത്തു. ചിക്കാഗോ ഈ പ്രതിരോധ തന്ത്രങ്ങൾ വികസിപ്പിക്കുന്നതിൽ ഒരു പ്രധാന കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. അവിടെയുള്ള പരിചയസമ്പന്നരായ സംഘാടകർ ഇപ്പോൾ അവരുടെ രീതികൾ രാജ്യത്തുടനീളമുള്ള മറ്റ് സമൂഹങ്ങളുമായി പങ്കുവയ്ക്കുന്നുണ്ട്. ഇല്ലിനോയ്സ് കോയലീഷൻ ഫോർ ഇമിഗ്രേഷൻ ആൻഡ് റിഫ്യൂജി റൈറ്റ്സ് പോലുള്ള സംഘടനകൾ ബോസ്റ്റൺ, നോർത്ത് കരോലിന, ന്യൂ ഓർലിയൻസ്, ന്യൂയോർക്ക് സിറ്റി എന്നിവിടങ്ങളിലെ ഗ്രൂപ്പുകളുമായി തന്ത്രങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ചിക്കാഗോയുടെ രീതി വളരെ ഫലപ്രദമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. പരിശീലനം ലഭിച്ച വളണ്ടിയർമാർ എൻസ്ക്രിപ്റ്റ് ചെയ്ത ആശയവിനിമയ ചാനലുകൾ ഉപയോഗിച്ച് സംശയാസ്പദമായ ICE പ്രവർത്തനങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുകയും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയും സമൂഹത്തിന് മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ അവലംബിക്കുന്നത്. വിവിധ രീതികളിലാണ് ഈ സമൂഹ നിരീക്ഷണം നടത്തുന്നത്. അയൽപക്ക ഗ്രൂപ്പുകൾ തെരുവുകളിൽ നിരീക്ഷണം നടത്തുകയും കുടിയേറ്റ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യും. സൈക്കിളുകളോ വാഹനങ്ങളോ ഉപയോഗിച്ച് പ്രദേശങ്ങൾ നിരീക്ഷിക്കും. വളണ്ടിയർമാർ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നിലയുറപ്പിച്ച് സമഗ്രമായ നിരീക്ഷണം ഉറപ്പാക്കുകയും ചെയ്യും. നിരീക്ഷണത്തിൻ്റെ ഒരു പ്രത്യേക രീതിയാണ് സ്കൂൾ വാച്ച് പ്രോഗ്രാമുകൾ. ഉദാഹരണത്തിന് ചിക്കാഗോയിലെ നോർത്ത് വെസ്റ്റ് സൈഡ് റാപ്പിഡ് റെസ്പോൺസ് ടീം ചിക്കാഗോയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള 90 സ്കൂളുകളിൽ സ്കൂൾ വാച്ച് ടീമുകളെ രൂപീകരിച്ചിട്ടുണ്ട്. കുട്ടികളെ അവരുടെ രക്ഷിതാക്കൾ സ്കൂളിൽ കൊണ്ടുവിടാനും കൊണ്ടുപോകാനും വരുന്ന സമയങ്ങളിൽ വളണ്ടിയർമാർ അവിടെ ഉണ്ടാകും. ഇത് അനധികൃതമായി താമസിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികളെ സംരക്ഷിക്കാനാണ്. ഡേ ലേബർ കോർണർ ദത്തെടുക്കൽ പുതുതായി വരുന്ന ഒരു രീതിയാണ്. നാഷണൽ ഡേ ലേബറർ ഓർഗനൈസേഷൻ നെറ്റ്വർക്ക് ആളുകൾക്ക് പരിശീലനം നൽകുന്നു. ദിവസക്കൂലിക്കാർ ജോലി തേടി കൂട്ടം കൂടുന്ന സ്ഥലങ്ങളിൽ അവരോടൊപ്പം നിൽക്കാനും നിരീക്ഷിക്കാനും അവരെ പിന്തുണയ്ക്കാനും ഈ വളണ്ടിയർമാർ ഉണ്ടാകും. സേഫ് ഹാവൻ കോർഡിനേഷൻ എന്ന രീതി കൂടിയുണ്ട്. ഇവർ ICE ഇടപെടലുകളിൽ നിന്ന് സംരക്ഷണം തേടുന്നവർക്ക് അഭയം നൽകാൻ സന്നദ്ധരായ പ്രാദേശിക ബിസിനസ്സുകളുമായി ബന്ധം സ്ഥാപിക്കും. കുടിയേറ്റ ഉദ്യോഗസ്ഥരും സമൂഹങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിനിടയിലാണ് ഈ പരിശീലന പ്രസ്ഥാനം വളർന്നു വരുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി റിപ്പോർട്ട് അനുസരിച്ച് ICE ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണങ്ങളിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട്. 2025 238 സംഭവങ്ങൾ രേഖപ്പെടുത്തി. ഇത് മുൻവർഷത്തെ 19 നിന്ന് വളരെ കൂടുതലാണ്. മറുവശത്ത് ICE വാച്ച് പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തവരും ഗുരുതരമായ സംഭവങ്ങൾ നേരിടുന്നുണ്ട്. അവരെ തടവിലാക്കുക, കണ്ണീർ വാതകം പ്രയോഗിക്കുക, സൈക്കിൾ ഓടിക്കുമ്പോൾ റോഡിൽ നിന്ന്
നിന്ന് മാറ്റുക, തോക്കുകൾ ചൂണ്ടുക തുടങ്ങിയ അനുഭവങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട്. ചിക്കാഗോയിൽ കുടിയേറ്റ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളുടെ തീവ്രത വളരെ കൂടുതലായിരുന്നു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി റിപ്പോർട്ട് അനുസരിച്ച് ചിക്കാഗോ മേഖലയിൽ 5000-ലധികം ആളുകളെ ഫെഡറൽ കുടിയേറ്റ ഉദ്യോഗസ്ഥർ പിടികൂടിയിട്ടുണ്ട്. എന്നാൽ പ്രാദേശിക താമസക്കാർ വിശ്വസിക്കുന്നത് ഈ സാമൂഹിക കൂട്ടായ്മകളുടെ എതിർ പ്രവർത്തനങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഈ സംഖ്യ ഇതിലും വളരെ വലുതാകുമായിരുന്നു എന്നാണ്. ഈ പരിശീലനങ്ങൾക്ക് ഭരണഘടനാപരമായ സംരക്ഷണം അടിത്തറയും നൽകുന്നുണ്ട്. ഇമിഗ്രന്റ് ലീഗൽ റിസോഴ്സ് സെന്റർ പോലുള്ള സംഘടനകൾ നിങ്ങളുടെ അവകാശങ്ങൾ അറിയുക എന്ന പേരിൽ വിശദമായ മെറ്റീരിയലുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. കുടിയേറ്റ നില പരിഗണിക്കാതെ എല്ലാവർക്കും ചില ഭരണഘടനാപരമായ അവകാശങ്ങൾ ഉണ്ടെന്ന് ഇത് ഊന്നി പറയുന്നു. ജുഡീഷ്യൽ വാറണ്ട് ഇല്ലാതെ കുടിയേറ്റ ഉദ്യോഗസ്ഥർക്ക് വീടിന്റെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതില്ല. നിശബ്ദത പാലിക്കാൻ അവകാശമുണ്ട്. നിയമപരമായ ഉപദേശം ലഭിക്കാതെ ഒരു രേഖയിലും ഒപ്പിടരുത് തുടങ്ങിയ കാര്യങ്ങളും പ്രധാനമാണ്. ICE വാച്ച് പ്രസ്ഥാനം 2000-ൽ ആരംഭിച്ച കോപ്പ് വാച്ച് പോലുള്ള മുൻകാല പ്രസ്ഥാനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. സമൂഹതലത്തിലുള്ള പ്രതികരണങ്ങൾക്ക് പുറമെ തൊഴിലുടമകളും വർദ്ധിച്ചു വരുന്ന കുടിയേറ്റ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളെ നേരിടാൻ പരിശീലനം തേടുന്നുണ്ട്. നിലവിൽ നാടുകടത്തൽ ഉത്തരവുകളുള്ളവരെയാണ് ICE പ്രധാനമായും ലക്ഷ്യമിടുന്നത്. എന്നാൽ ഭാവിയിൽ തൊഴിലുടമകളെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ വർദ്ധിക്കുമെന്ന് വിദഗ്ധർ പ്രതീക്ഷിക്കുന്നുണ്ട്. തൊഴിൽ സ്ഥലങ്ങളിലെ പരിശീലനങ്ങളിൽ ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് റെസ്പോൺസ് പ്ലാൻസ് വികസിപ്പിക്കുന്നത് ഉൾപ്പെടുന്നു. റെയ്ഡുകൾ നടക്കുന്ന സമയത്ത് ആര് ഉത്തരവാദിത്വം വഹിക്കണം, നിയമപരമായ ഉപദേശം തേടുന്നത് എങ്ങനെ, രേഖകൾ കൈകാര്യം ചെയ്യുന്ന സംവിധാനങ്ങൾ, I-9 വെരിഫിക്കേഷൻ നടപടിക്രമങ്ങൾ പാലിക്കുന്നത് എങ്ങനെ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഈ പ്രസ്ഥാനം രാജ്യത്തുടനീളം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ചെറിയ തോതിലുള്ള ICE വാച്ച് പരിശീലനങ്ങൾ നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നോർത്ത് കരോലിനയിൽ ഡർഹാമിലെയും മറ്റ് നഗരങ്ങളിലെയും സാമൂഹിക സംഘടനകൾ സ്വമേധയാ പരിശീലനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ICE പ്രവർത്തനങ്ങളെക്കുറിച്ച് റിപ്പോർട്ടുകൾ ലഭിക്കുമ്പോൾ പ്രതികരിക്കാനും പ്രവർത്തനങ്ങളുടെ സാന്നിധ്യം സ്ഥിരീകരിക്കാനും ICE വാച്ച് വെരിഫയർ വാളണ്ടിയർമാരെ ഇതിലൂടെ തയ്യാറാക്കുകയാണ്. കുടിയേറ്റ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന തീവ്രത, ഭരണഘടനാപരമായ അവകാശങ്ങളെക്കുറിച്ചുള്ള സമൂഹങ്ങളുടെ വർദ്ധിച്ച അവബോധം, ചിക്കാഗോ പോലുള്ള നഗരങ്ങളിൽ ഫലപ്രദമായ നിരീക്ഷണ തന്ത്രങ്ങൾ പ്രകടമാക്കിയത് എന്നിവയെല്ലാം ഈ പരിശീലന പ്രസ്ഥാനത്തിന് പ്രചോദനമായിട്ടുണ്ട്. കൂടുതൽ സമൂഹങ്ങൾ ഫെഡറൽ കുടിയേറ്റ പ്രവർത്തനങ്ങൾ പ്രതീക്ഷിക്കുന്നതിനാൽ ഈ പരിശീലനത്തിനുള്ള ആവശ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.